ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലേക്ക് എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. ആദ്യം ഒരു കാര്യം തന്നെ പറയട്ടെ. ഒരു മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തത് ഏകദേശം ഒരു 1200 പോയിന്റിന് മുകളിലാണ് എങ്കിൽ മാർക്കറ്റിന് ഒരു 4000-5000 പോയിന്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് നെഗറ്റീവ് ന്യൂസിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആകുക. കാരണം ഇന്ന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ല ദിവസമാണെങ്കിൽ കൂടിയും ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് ദുരിതപൂർണമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ, ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന ആളുകൾ, എസ്പെഷ്യലി കോളൊക്കെ ഷോർട്ട് ചെയ്ത ആളുകളുടെ എല്ലാം തന്നെ അവസ്ഥ ഇന്ന് വളരെയധികം പരിതാപകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഏകദേശം ഒരു 6ഓളം കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ഷോർട്ട് ചെയ്ത് ഹ്യൂജ് ലോസ് വന്ന ആളുകൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി അങ്ങനെ 2025 മെയ്ക്ക് ശേഷം ഉണ്ടാക്കിയ ഏറ്റവും വലിയ സിംഗിൾ ഡേ റാലിയാണ്. പക്ഷേ ഈ റാലി നടത്തി കാര്യങ്ങളൊക്കെ ശരിയാണ്, ഹാപ്പിയാണ് ഇൻവെസ്റ്റേഴ്സ്. പക്ഷേ ഒരു ഈവൻറ്റ് ലൂടെയാണ് ഇത് ഈ ഒരു താരിഫ് ചേഞ്ച് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇത് വളരെ നല്ല കാര്യമായിരുന്നു. ഇത് പക്ഷേ ജസ്റ്റ് ഒരു ഫോൺ കോളിലായപ്പോൾ ആളുകൾക്ക്, എസ്പെഷ്യലി ഡെറിവേറ്റീവിലെല്ലാം തന്നെ ട്രേഡ് ചെയ്ത ആളുകൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ കാശ് പോയി എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. ഈവൻ BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ മാർക്കറ്റ് ക്യാപ്പ് 12 ലക്ഷം കോടിയായി. സെൻസെക്സ് എല്ലാം തന്നെ 2073 പോയിൻ്റ് റാലി, 83,739 സെൻസെക്സിൻ്റെ സ്പോട്ട്. നിഫ്റ്റി 639 സെറ്റിൽ ഡൗൺ ചെയ്ത് 25,728 ക്ലോസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷ്രിമ്പ് കമ്പനീസും അതല്ലെങ്കിൽ ഗോകുൽദാസ് എക്സ്പോർട്ട്, അതല്ലെങ്കിൽ അവാന്തി ഫീഡ് ഷ്രിമ്പ് കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനീസ് എല്ലാം തന്നെ വളരെയധികം ഗുണം ചെയ്തു. രാവിലെ നമ്മളൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യേണ്ട സെക്ടർ. പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഷ്രിംസ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ്. അപ്പോൾ അത് രണ്ടിനും കൂടാതെ തന്നെ ജ്വല്ലറി കമ്പനീസും, ജെംസ് ജ്വല്ലേഴ്സും ഗോൾഡിയം രാജേഷ് എക്സ്പോർട്ട് തുടങ്ങിയ കമ്പനീസും ശക്തമായ റാലി രേഖപ്പെടുത്തി അപ് ടു 20% യൂസ് വരെ പോയിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ജിയോ ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ഇൻഡിഗോ. ആകെ 3 കമ്പനീസാണ് നിഫ്റ്റിയിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്: ടെക്കം, ഭാരത് ഇലക്ട്രോണിക്സ്, നെസ്ലെ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവേ വളരെയധികം ബുള്ളിഷായ രീതിയിൽ അല്ല ഉള്ളത് യൂറോപ്യൻ മാർക്കറ്റ്. ഈവൻ ഡോ ഫ്യൂച്ചറിനും ബുള്ളിഷ് ആവേണ്ട ആവശ്യകതയില്ല. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് 240 പോയിൻറ്റ് അഥവാ $5 5%, $240 അഥവാ 5% ഉയർന്ന് വീണ്ടും 4,900. സിൽവറും $8 അഥവാ 11% ഉയർന്ന് 85. ബിറ്റ്കോയിനും 78. ബ്രെന്റ് ഓയിൽ 66. നാച്ചുറൽ ഗ്യാസ് 3.2. നിഫ്റ്റി കാണാം. ഡോ ഫ്യൂച്ചർ കാണാം 42 പോയിൻറ്റ് മൈനസാണ്. ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് 2000 പോയിൻറ്റിൻ്റെ റാലി. ഇപ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. വിക്സ് ഇന്ന് ക്രാഷ് ചെയ്തു, 6% ക്രാഷ് ചെയ്തു എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഫിയർ മാർക്കറ്റിലൊന്ന് കുറഞ്ഞു എന്നുള്ളത് വളരെയധികം ആശ്വസിക്കാൻ നൽകുന്ന വകയുണ്ട്. പക്ഷേ ഒരു ഫോൺ കോളിൽ ഈ താരിഫ് എല്ലാം തന്നെ കുറച്ചു. അത് US അംബാസഡർ അത് കൺഫേമായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന കാര്യം. ഇത് ഒഫീഷ്യൽ ആവണം, ഇതിലെന്തെങ്കിലും നിബന്ധനകളുണ്ടോ എന്ന് അറിയണം. അതൊന്നും തന്നെ ഔട്ട്കമായിട്ട് വന്നിട്ടില്ല. പക്ഷേ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. ഞാനിത് ഇത്രയും പറയാൻ കാരണം, ഞാൻ ഒരേ സമയം തന്നെ ഇൻവെസ്റ്ററാണ്, സെയിം ടൈം ഞാൻ അഗ്രസീവായിട്ട് ഓപ്ഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ ചെയ്യുന്ന ആളുകളുടെ പൾസ് അറിയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എനിക്ക് തോന്നുന്നു ഒരു 40% ആളുകൾ ഓപ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്ക് ഇത് ഇത്ര നല്ല ദിവസമാവണമെന്ന് നിർബന്ധം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ഓപ്ഷൻ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് പോലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകാം. കാരണം ഓപ്ഷൻ ഷോർട്ട് ചെയ്ത ആളുടെ പെയിൻ എന്ന് പറയുന്നത് അത് തീവ്രമാണ്. അത് ഷോർട്ട് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അത് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് നമുക്ക് പോകാം. സോളാർ ഇൻഡസ്ട്രീസ്, ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നെറ്റ് പ്രോഫിറ്റ് 41% ഉയർന്ന 446. 315 കോടി രൂപയായിരുന്നു അവർക്ക് കഴിഞ്ഞ തവണ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അത് 446 ഉയർന്നു. നറ്റ്കോ ഫാർമ US ഇവിടുത്തെ അവരുടെ ക്യാൻസർ ഡ്രഗിൻ്റെ അപ്രൂവൽ കൊടുത്തു. ഇൻ്റലക്റ്റ് ഡിസൈൻ അറീന മാർജിൻ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തി. HFCL
ഇവർ 36% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. മാൻകൈൻഡ് ഫാർമ ഇവർ നെറ്റ് പ്രോഫിറ്റ് 370 നിന്ന് 410 ഉയർത്തി. ആദിത്യ ബിർള ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് 710 നിന്ന് 950 ഉയർന്നു. കമ്മത്ത് ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 26 നിന്ന് 17 കുറഞ്ഞു. സ്റ്റോക്ക് നിന്ന് 8% ഇടിഞ്ഞു. NBCC പുതിയൊരു ഓർഡർ കിട്ടി. സ്റ്റോക്ക് നിന്ന് 4% റാലി രേഖപ്പെടുത്തി. ഏഞ്ചൽ വൺ ഇവർക്ക് പുതിയ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. സ്റ്റോക്ക് നിന്ന് 8% റാലി രേഖപ്പെടുത്തി. ആധാർ എൻ്റർപ്രൈസസ് ഇവരുടെ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ 96 ടൈംസ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന 5632 കോടി രൂപയാണ്. 53 കോടി രൂപയിൽ നിന്ന് ഇത്ര ഭീമമായിട്ടുള്ള പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു സിംഗപ്പൂരിലുള്ളൊരു വെഞ്ചർ ഉണ്ടായിരുന്നു, അത് സെല്ല് ചെയ്തു. അപ്പോൾ അത് ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഇത്രയധികം കൂടിയത്. പക്ഷേ എനിവേ സ്റ്റോക്ക് എന്ന് പറഞ്ഞു, അത് വേറെ കാര്യം. അതുപോലെ തന്നെ നേരെ തിരിച്ചും ലോസ് ഉണ്ടാകുമ്പോൾ ഹ്യൂജ് ലോസ് ആണെങ്കിൽ കമ്പനി വലിയ അക്യൂസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ലോസ് കാണിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ബജാജ് ഇലക്ട്രിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അല്ല, ഇവർ പുതിയ ബജാജ് സെക്യൂറ എന്ന് പറഞ്ഞ വയർ ലോഞ്ച് ചെയ്തു. NMDC കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 1700 കോടി രൂപയാണ്. ഇവർ 2.5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പ്രോഫിറ്റിൽ കുറവ് രേഖപ്പെടുത്തി 7%. TVS ശ്രീചക്ര കമ്പനി 11ാമത്തെ പുതിയ ഷോറൂം കമ്പനി ഓപ്പൺ ചെയ്തു. അദാനി പോർട്ട് ഇവർ 2.28 ബില്യൺ ആണ് ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 10% റാലി ഉണ്ടായിരുന്നു കമ്പനി. JK എനർജി കമ്പനി പുതിയ സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം കമ്പനി ലോഞ്ച് ചെയ്തു. ഭാരത് സീറ്റ് നെറ്റ് പ്രോഫിറ്റ് 7 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയ്ക്ക് ഉയർന്നു. സ്റ്റോക്ക് നിന്ന് 7% സ്പൈക്ക് ചെയ്തു. ജിയോ ഫിനാൻസ് ഇവർ ബ്ലാക്ക് റോക്കായിട്ട് ഓൾറെഡി ധാരണയുണ്ടല്ലോ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നുണ്ട്. സ്റ്റോക്ക് നിന്ന് 8% റാലി രേഖപ്പെടുത്തി. ക്വിക്ക് കമ്പനി 4 കോടി രൂപയിൽ നിന്ന് ഇത്തവണ 4 കോടി രൂപ പ്രോഫിറ്റാണ്, കഴിഞ്ഞ തവണ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. സ്റ്റോക്ക് നിന്ന് പറന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. കമ്മിങ് ബാക്ക് ടു നമ്മുടെ മെയിൻ ടോപ്പിക്ക്, മാർക്കറ്റ് എന്ന് പറയുന്നത് 2 തരത്തിൽ മാർക്കറ്റിലെ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ. ഒന്ന് സ്പെക്കുലേറ്റേഴ്സ്, 2 ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നിഫ്റ്റി പതിയെ മുകളിലേക്ക് പോകണം. പക്ഷേ അവർക്കും ഒരു പ്രശ്നമുണ്ട്. മാർക്കറ്റ് വലിയ തോതിൽ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അത്ര നല്ല കാലമല്ല ഉള്ളത്. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക്, ഓവർനൈറ്റ് ഓപ്ഷൻ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് മാർക്കറ്റ് വളരെയധികം ക്രൂഷ്യലാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഈ താരിഫ് വന്ന ദിവസം 900 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു, അല്ലേ? ഓർക്കുന്നുണ്ടോ? 900 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ താരിഫ് പ്രഖ്യാപിച്ച ആദ്യത്തെ ദിവസം. താരിഫ് മാറ്റിയ ദിവസം 1200 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ്. ഈ 2 സമയത്തും, അതായത് ഗ്യാപ്പ് ഡൗൺ വന്ന സമയത്തും ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് വന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഹെഡ്ജഡ് പൊസിഷൻ 2 രീതിയിൽ ആളുകൾ ഹെഡ്ജ് ചെയ്യാറുണ്ട്. ഒന്ന്, മാർജിൻ ബെനിഫിറ്റിന് വേണ്ടി ഹെഡ്ജ് ചെയ്യും. അതായത് ക്യാപിറ്റൽ കുറവാണ്, കൂടുതൽ ലോട്ട് എടുക്കാനായിട്ട് ആളുകൾ ഹെഡ്ജ് ചെയ്യും. 2, പ്രോപ്പർ ഹെഡ്ജ് ചെയ്യും. അതായത് ബൈയും സെല്ലും തമ്മിലുള്ള ആ ഒരു പോയിൻ്റ് വ്യത്യാസം വളരെ നാരോ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രോപ്പർ ഹെഡ്ജ് ആവണം. അതായത് മാർജിൻ റിക്വയർമെൻ്റ് അല്ല അവരുടെ ഉദ്ദേശം, ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അത് ആ പ്രോപ്പർ ഹെഡ്ജ് ആക്ച്വലി അതാണ്. അപ്പോൾ അത്തരത്തിൽ ട്രേഡ് മാറ്റുന്നതിനെ കുറിച്ച് ഒന്ന് ഗൗരവമായിട്ട് ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം രാവിലെ എനിക്ക് വന്ന കോളുകളുടെ എണ്ണം വളരെയധികം കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറയുന്നത്. എനിവേ, എല്ലാവർക്കും ശുഭരാത്രി. ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.